അമ്മച്ചിയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളോട് പറ. കേട്ടിട്ട് ചെറുപ്പത്തിലെ കാര്യങ്ങളൊന്നുമില്ല. അമ്മച്ചിക്ക് ഒന്നും അമ്മച്ചി പണിയൊന്നും ചെയ്യില്ലായിരുന്നാ? വീട്ടിലെ പണിയൊന്നും എടുക്കില്ല. ആ, അമ്മച്ചി എന്നെ ഒന്നും ഉണ്ടാക്കൂലായിരുന്നാ? ഞാനിപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വാവയെ കാണിച്ചു. അവര് രണ്ടുപേരെയും കൂടെ വെച്ചിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. സന്തോഷിച്ചു. അമ്മച്ചാണെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തോണ്ട് ഓടുക വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. മഴവെള്ളം അമ്മച്ചിയുടെ മേലെ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അല്ലേ വേണ്ടേ? ഞാനേ സ്വാഗതം പറയാനായിട്ട് ഒരാളെ കൂടി കാണിക്കാം. സ്വാഗതം. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞാപ്പൂ. ഞാനിവനെ കുഞ്ഞാപ്പൂ എന്നാണ് വിളിക്കണതേ. ചാര കളറുള്ള പൂവൻ കുഞ്ഞാണ് കേട്ടോ. ഇവൻ തീരെ പൊടിയല്ലേ. ഇവനും അതുപോലെ തന്നെ ഇവിടെ നല്ല ഉഷാറാണ്. എൻ്റെ കുഞ്ഞാപ്പ് നല്ല ഉഷാറായിരുന്നു. പക്ഷെ കുഞ്ഞാപ്പനെ പൊളിച്ച ഉഷാറില്ല. ഇതാ എൻ്റെ കുഞ്ഞാപ്പൂൻ്റെ കൂടെ വാങ്ങിയ കോഴിക്കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ അവര് രണ്ടുപേരെയും കൂടെ വെച്ചിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പം ഇവരെ ഞാൻ ഇതിനകത്തേക്ക് കയറ്റിയിട്ടേക്ക് നമ്മുടെ ചങ്ങാലേറിയനെ പേടിച്ചിട്ടാണ്. നമ്മുടെ ഗിനിക്കോഴി എടുത്തോണ്ട് പോയ ചങ്ങാലേറിയനില്ലേ, അപ്പം അതിലും കുഞ്ഞു കോഴികളാണിതേ. അപ്പോൾ പിന്നെ ഇവരുടെ ആൾക്കാർ ഇവിടെ നിൽക്കട്ടെ എന്ന് ഓർത്തു. എന്തൊരു നേരം അവരെ മറ്റേ ഇതിൽ പിടിച്ചിടുക. അപ്പം അതാ ഇവിടെ ഒരുത്തിന് ചോറ് മുട്ടയൊക്കെ കുഴച്ച് വെച്ച് കൊടുത്തേക്കുന്നതാണ്. കഴിച്ചിട്ടില്ല. അവൻ നട്ട് കിടക്കണ കിടപ്പ് നോക്കാം. എന്നാൽ ചാടിക്കളിച്ചാടാ. ആ, മഴ വന്നുണ്ട്. ഇടി വരുവാണെങ്കിൽ വിളിച്ച് കയറ്റിക്കൊണ്ട് പോവാട്ടാ. ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ ചാരപ്പെണ്ണിൻ്റെയും കൂടെ വാങ്ങിയതാണ് ഇതാ ഇവനേട്ടാ. അവൻ പക്ഷേ ഇച്ചിരി വലിയ കോഴിക്കുഞ്ഞായതുകൊണ്ട് അവനെ പിടിക്കത്തില്ല. നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ ഒക്കെ കാര്യം ഭയങ്കര ഡേഞ്ചർ. ഞാനൊരു സന്തോഷം കാണിക്കട്ടെ. അതിനു മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം. അതാ നോക്കൂ, അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു. നോക്കൂ, കാർമേഘങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു സന്തോഷം കാണിച്ചു തരാവേ. ഞാൻ വീഡിയോ എടുക്കുക. ആ, ഇതെന്തൊരു കാര്യമാണ്. ഞാനൊന്ന് വീഡിയോ എടുക്കണ്ടായിരുന്നെ. ഇതൊന്ന് കൊണ്ടുവച്ചിട്ടോ. നല്ല മോനല്ലേ, ഒന്ന് പറഞ്ഞിട്ട് വെക്കോ. എന്തെങ്കിലും ചുമ്മാ ഷോപ്പിങ്ങ. നാളിവിടെ നിന്നപ്പോൾ പെരുത്തൊരു ഇടിവെട്ടിയത്. എൻ്റെ മക്കളുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. നമ്മുടെ താറാമേനെ കണ്ടൊന്നും വരാറില്ലല്ലോ. എൻ്റെ താറാമതാ നിൽക്കുന്നു. ഇങ്ങോട്ട് നോക്ക. കുറേ താറാ കുഞ്ഞുങ്ങൾ കൂട്ടുണ്ട്. കൂടെ 2 താറാ പെണ്ണുങ്ങളും ഉണ്ട്. താറാമയ്ക്ക് ഇപ്പോൾ കൂട്ടുകൂടാൻ എന്തൊരും പേരാണ് നിങ്ങൾ നോക്കുക. ബാക്കിയുള്ള മക്കളെയൊക്കെ കണ്ടോ? ഇതാ നോക്കൂ, എല്ലാം ഫുഡ് കഴിക്കുകയാണ്. എല്ലാ മക്കളും ഉണ്ട് ഇവിടെ. ആരും പിടിപ്പിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാ ഇവരെ കണ്ടോ? ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നവരാണേ. ഇതിനകത്ത് നമ്മുടെ മറ്റേ കുഞ്ഞുണ്ട്. ഇപ്പം അത് എവിടെയാന്ന് പോയി കണ്ടുപിടിക്കേണ്ടി വരും. എന്തിയാടാ ഗിനിക്കോഴി? ആ, അത് അങ്ങ് അറ്റത്താണ് നിൽക്കുന്നേ. നമുക്കിപ്പം കാണാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വേറൊരാളെ കാണിക്കാൻ വേണ്ടി വന്നതാണേ. പക്ഷെ അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരുത്തീനെ മുട്ടയ്ക്ക് അടയിരുത്തിയതാണ് മുകളിൽ. 2 കൊട്ട വെച്ചിട്ട് നമ്മൾ അടയിരുത്തിയതാണ് കേട്ടോ. 2 പെണ്ണുങ്ങളെ, ഒരെണ്ണം ഇതിനെ, ഒരെണ്ണം അപ്പുറത്തൊരു കൊട്ടയുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? അപ്പുറത്തിരിക്കണേലും കൊട്ടയിലും അവളെ കൊത്തി താഴെ ചടിച്ചിട്ട് അവൾ ഇതിനകത്ത് കയറിയിരുന്നു. 2 കൊത്തി കിട്ടിയപ്പോൾ അവക്കടെ പൊരുന്നും പോയി. പക്ഷെ അവൾക്ക് വെച്ചൊരു മുട്ട ഇതാ വിരിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞുവാവയുണ്ട്. ഇനിയിപ്പോൾ ആ കുഞ്ഞുവാവനെ കാണി ഇച്ചിരി തീറ്റ വല്ലതും കൊണ്ടിട്ട് കൊടുക്കേണ്ട വരും. ഇച്ചിരി തീറ്റയും ഇച്ചിരി വെള്ളവും നമുക്ക് പോയി കൊണ്ടുവരാം. എൻ്റെ അമ്മ ബാ. അപ്പം ഞാൻ പോയി കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട്.
ഇത് കണ്ട് അവിടെ ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് പുതിയ വാവയെ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾ പുതിയ വാവയെ കാണില്ല. നമുക്ക് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. എന്നാ വാവയുടെ പെണ്ണെ കഞ്ഞി കുടിച്ചോ. അല്ലാത്ത തീറ്റ തിന്നു. എടിയൊന്നും എണീറ്റു പാടി മോളെ. വെള്ളം വേണോടി? ചേട്ടാ അവള് പുതിയ വാവയെ കാണിക്കുന്നില്ല. തീറ്റ തന്നോടി. എന്നാടി ബേബ 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 ബേബ. വാവ അതിനകത്തുനിന്ന് കരയുന്നുണ്ട്. പക്ഷെ ഈ പെണ്ണ വാവയെ കാണിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ട് കൊട്ടയിലെ മുട്ടയും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഈ കൂട്ടിലേക്ക് ഇങ്ങനെ ഒന്നിച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തു. കാരണം ഞങ്ങൾ മുട്ട പതുക്കെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കുഞ്ഞുണ്ട്. ആ അതെ വാവ 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 തല നീട്ടി ഗൈസ്. വാവ അതിൽ വന്ന് തല നീട്ടി. ആരീ സംസാരിക്കുന്നതെന്നറിയാം. ഈ പെണ്ണ് കാരണമാണേ. ബാ ബേബ ബേബ ബേബ. വെള്ളം വേണോടി? വെള്ളം കൊണ്ടുവരാം. ഇതാര് വേണ്ട വെള്ളം കുടിച്ചോ. ദാഹിക്കണ്ടോടി വെണ്ണ? എന്നുവെച്ച് വെള്ളം കുടിച്ചോ. വെള്ളം കുച്ചോടി കൂച്ചോടി. വാവ ഉണ്ടായിട്ട് എന്താണെങ്കിലും 2 ദിവസം ആയിട്ടുണ്ട്. പക്ഷേ മറ്റേ മുട്ടകളൊന്നും വിരിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കൊരു കോമഡി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പെട ഇടയ്ക്കിടയ്ക്ക് കയറി ആ കൊട്ടയ്ക്കകത്ത് ഇവിടെ സൈഡിൽ കയറി ഇരുന്ന് മുട്ടയിട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ പരിപാടിയൊന്നും. പിന്നെ ഞങ്ങൾ വെച്ചു കൊടുത്ത മുട്ടയ്ക്കൊക്കെ അടയാളം ഇട്ടു. അന്നത്തേക്ക് അവൾ മുട്ടയിടൽ നടത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതൊക്കെ വല്ല അറിയുന്നുണ്ടോ? വാവ ഏതായാലും തല പൊക്കി നോക്കിയിട്ട് അകത്ത് കയറി. ജസ്റ്റ് ഒന്നും കണ്ടില്ലേ. ഇനി വാവകളെല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് വാവയെ കാണാൻ പറ്റിയാൽ നമുക്കൊന്ന് കാണാം. ഇവളിന്നലെ മുട്ടയിട്ടോ ഈ കരിങ്കോഴി. അവളിന്നലെ മുട്ടയിട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് മുട്ടയിടാൻ നേരത്തെ അവൾക്ക് പുറത്തിറങ്ങണം, പുറത്ത് ചാടണം, എന്തൊക്കെ കോപ്രായങ്ങളായിരുന്നു. ആ സമയത്ത് നമ്മൾ അവളെ പിടിച്ച് കൂട്ടിനകത്തിട്ടു. ആ ദേ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വാവയെ കാണാവേ. ദോ ഇരിക്കുന്നു കുഞ്ഞു വാവ. കുഞ്ഞു വാവയുടെ തല മാത്രം കണ്ടോ? കുഞ്ഞുവാവ ചുമല കളറാണ്. നമ്മൾ കണ്ട വൈറ്റായിട്ട് തോന്നുമെങ്കിൽ കുഞ്ഞുവാവയുടെ മേലൊക്കെ ചുമല കളറാണ് കേട്ടോ. നല്ല തനി നാടൻ കുഞ്ഞുവാവ ഉണ്ടായിരിക്കുന്നത്. നാടൻ കോഴിപ്പടയ്ക്ക് നാടൻ കോഴിപ്പൂവനും കൂടെ ഉണ്ടായ കുഞ്ഞുവാവയാണ് കേട്ടോ. തനി നാടൻ കോഴിയാണ്. പൊരുന്ന ഇരിക്കുന്ന ടൈപ്പ് കോഴിക്കുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം എല്ലാവരും കുഞ്ഞുവാവേനെ കണ്ടില്ലേ? കുഞ്ഞുവാവ ഇടയ്ക്ക് വന്നിട്ട് ഇതുപോലെ തലയിട്ടിട്ട് നോക്കും. ഞാൻ ഒത്തിരി നാൾ കൂടി വർഷം ഏകദേശം ഒരു എത്രയായിരിക്കും, ഒരു 30 കൊല്ലം കൂടി, അല്ലെങ്കിൽ 30 ഇല്ല, ഒരു 10-25 കൊല്ലം കൂടിയൊക്കെ ആയിരിക്കും. 25 കൊല്ലം കൂടി അല്ല, ഒരു 10-27 കൊല്ലം കൂടിയൊക്കെ ആയിരിക്കും വീട്ടിലൊരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞുണ്ടാകുന്നതേ. വീട്ടിൽ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മച്ചി അതൊക്കെ ആയി. പിന്നെ കോഴിയൊന്നും അങ്ങനെ ഞാൻ വീട്ടിൽ കോഴി കൊല്ലിക്കാതെ ആയപ്പോഴേ അട വയ്ക്കാതെ ആയി. അതാ കുഞ്ഞുവാവ ഇരിക്കണ നോക്കിക്കേ. ഇവിടെ നന്നായിട്ട് കൊത്തു വെച്ച് തരുവേ. അതുകൊണ്ട് നമുക്കിതിനെ തൊടാനൊന്നും പറ്റത്തില്ല. ഞാൻ എന്ത് പാടുപെട്ടാ കൊച്ചു കൊട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. പിന്നെ കൊച്ചിന് കൊട്ടയിൽ കയറാൻ മേല. അപ്പോൾ പിന്നെ ഇവള് കൊച്ചിൻ്റെ കൂടെ താഴെ ഇറങ്ങിയിരിപ്പായി. അങ്ങനെയാണിപ്പോൾ നമ്മൾ ആ പുല്ലോട് കൂടിയിട്ട് വൈക്കോലെല്ലാം കൂടി എടുത്ത് ഇതുപോലെ വെച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് മുട്ടയും പറക്കി വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഇതാ കൊച്ചിരുന്ന് ഉറങ്ങുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മുട്ട കേടായി പോകും, ബാക്കിയിരിക്കുന്ന മുട്ടയെ ചൂട് കിട്ടാതെ. അപ്പം മുട്ടയിലെല്ലാം കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ അങ്ങ് പറക്കി വെച്ചു. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഇറങ്ങിയാലും ഓടി ഇടന്നിട്ട് കയറി ഇതേ കിടക്കാം. അമ്മയ്ക്കാണേലും തിന്നിട്ടൊക്കെ വന്നിട്ട് മുട്ടയിൽ മുകളിൽ കയറി ഇരിക്കാം. അതാണിപ്പം നമ്മളിങ്ങനെ ചെയ്തതേ. കുഞ്ഞാവ പാലിട്ട് കണ്ണെഴുതിയ കുഞ്ഞാവയാണ് കേട്ടോ. ദൈവത്തിൻ്റെ ഓരോ അത്ഭുതങ്ങൾ. കാരണം ഉണ്ടാവുന്ന കുഞ്ഞാവന്മാർക്ക്, കോഴിക്കുഞ്ഞുങ്ങൾക്ക്
പശുക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്വയം ഒരു വാലിട്ട് കൊടുക്കും. നമ്മൾ മക്കൾക്ക് മനുഷ്യക്കുട്ടികൾക്ക് നമ്മൾ സ്വയം എഴുതി വാലിട്ട് കൊടുക്കണം. കുഞ്ഞാവ എന്താണേലും ഇരുന്ന് ഉറങ്ങുവാണ് കേട്ടോ. കണ്ടിട്ട് ഇതൊരു പൂവൻ കുഞ്ഞാവയാന്ന് തോന്നുന്നു. പൂവൊക്കെ ചെറുതായിട്ട് മൂക്കാലൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞാവ ഉറങ്ങട്ടെ. അങ്ങനെ ഈ വീട്ടിൽ കുഞ്ഞാവ വിരിഞ്ഞേക്കുന്നതാണ് കേട്ടോ. കുഞ്ഞാവേനെ എൻ്റെ അവൾ കാണിച്ചല്ല, അവരെ കുഞ്ഞാവ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും. അതേ ചേട്ടാ, ദേ കുഞ്ഞാവ് വന്നിരിക്കണ നോക്കിയേ. ഞാൻ സങ്കടപ്പെട്ടു. എങ്ങനെ കുഞ്ഞാവേനെ ഇപ്പൊ കേറിയിരിക്കണ്ട. കുഞ്ഞാവേനെ എങ്ങനെ കാണുമെന്ന് ഓർത്തോണ്ട് ഇരിക്കുവായിരുന്നു. അന്നേരത്തെ കുഞ്ഞാവ ഇങ്ങോട്ട് വന്ന് സംസാരമൊക്കെ കേട്ട്, കുഞ്ഞാവേ കോഴിക്കുഞ്ഞാവേ ദേ നോക്കിക്കേ, വാവ നോക്കിക്കേ, മുറ്റമൊക്കെ നോക്ക് കുഞ്ഞാവേ. അയ്യോടാ. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാതെ നമുക്കും ഉണ്ടായി ഒരു കോഴിക്കുഞ്ഞ്. അപ്പം ഇവളിനി വലിയേട്ടനും വലിയേച്ചിയൊക്കെ ആയിട്ടിരിക്കും. ബാക്കി വിരിയണ കുഞ്ഞുങ്ങൾ ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ വിരിയത്തുള്ളൂ. അതാണ് അതിൻ്റെ വേറൊരു രസം. ഇതേ കുഞ്ഞാവേ വേറെ കോഴികളൊക്കെ നടക്കുന്നേ. അമ്മയുടെ ചൂടൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണോ കുഞ്ഞാവാ? അമ്മ ഒരു ബോധം പൊക്കണമൊന്നുമില്ലാത്തൊരു കോഴിപ്പെണ്ണ. അവളിരിക്കണ നോക്കിക്കേ. ഇവരെത്ര നാൾ പട്ടിണിയൊക്കെ ഇരുന്നിട്ടാണ് ഒന്ന് അട വിരിയിച്ചൊരു കുഞ്ഞിനെടുക്കുന്നതെന്നറിയോ? ഞാൻ ഒരു വെയിറ്റ് അങ്ങ് തീരെ കുറയും. ഇവർ വല്ലപ്പോഴും ഒന്ന് ഇറങ്ങിപ്പോയി എന്തേലും ഒന്ന് കൊത്തിപ്പറക്കിയിട്ട് വേഗം മുട്ടയിൽ കയറിയിരിക്കും. അങ്ങനെ ഒത്തിരി അട ഇരുന്ന് തപസ്സിരുന്ന് കിട്ടുന്നതാണ് ഇവർക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ. ആൻസു ആദ്യമായിട്ട് ഇത്രയും ചെറിയ കുഞ്ഞാവേനെ കാണുന്നത്. ആൻസറിയോ കുഞ്ഞു കുഞ്ഞാവയാണുള്ളതെന്ന്. അയ്യടാ എൻ്റെ കോഴിക്കുഞ്ഞാവ. അടയ്ക്കുവാണേ. കുഞ്ഞാവയൊക്കെ അവിടെ ഇരുന്നോ കേട്ടോ. ഈ പുല്ലൊക്കെ അങ്ങ് വെച്ചോ. പെണ്ണ് വിശക്കുവാണെങ്കിൽ ഇത് വന്ന് തിന്നോട്ടോ. വെള്ളമുണ്ട് കേട്ടോ. നാൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കഴുത്തെ പപ്പില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടവന്മാർ വലുതായിട്ടോ. എന്നാ പിന്നെ നിങ്ങൾക്ക് ചിറകൊന്നും വന്നില്ല ഇതുവരെ. ഞാൻ പാത്രം തേങ്ങണ സ്പോഞ്ച് തീരുമ്പോൾ ഒരെണ്ണത്തിനെ എടുത്തോണ്ട് പോകും കേട്ടോ, ഒന്ന് ഉരച്ച് കഴുകാൻ. മേലൊക്കെ ഇങ്ങനെയാണല്ലോ ഇരിക്കണേ. തൂവലൊന്നും വന്നില്ല പിള്ളേരെ. ഇതെന്നാ പച്ചരിയാണോ കൊണ്ടിട്ടെ? നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ആട് പ്രസവിച്ചോന്നും ചോദിച്ചോണ്ട്. സുമയാ ചോദിച്ചതെന്ന് തോന്നുന്നു. സുമാന്നും പറഞ്ഞൊരു സബ്സ്ക്രൈബർ ആദ്യം മുതലൊക്കെ ഉള്ളതാ. ഞാൻ പിന്നെ പെണ്ണാ നിങ്ങൾക്ക് തൂകാണോ അടി? മുള്ളരിങ്ങാട് നിന്ന് അവളുടെ പപ്പെല്ലാം പോയ വരും പോക്കുമൊക്കെ. ഇത് പശു തിന്നണ പുല്ലല്ലേ ചേട്ടാ? ഇത് പശു തിന്നണ പുല്ല. ഒരു വരുമയും കൂടെ ഉണ്ടെങ്കിൽ ചേട്ടന് സുഖം. പോത്തും കൂടെ ഉണ്ടെങ്കിൽ ഈ ഇവർ തിന്നാത്തോളും. നമുക്കൊരു പോത്തിനെ വാങ്ങാം ചേട്ടാ. നമുക്ക് പോത്തിനെ വാങ്ങാം. നമ്മുടെ പ്രസവിക്കാനുള്ള മൂള് കിടക്കണാണ് കേട്ടാ. സുന്ദരി പെണ്ണാണേ, നല്ല സുന്ദരിയാണ് കേട്ടാ. പൊന്നാ എന്നാടാ ബാ എണീറ്റ് വന്നേ വാ. അവൾക്കൊരു ഇച്ചിരി ഒരു അസ്കിത. അവളാ കിടക്കുന്നത്. അവൾക്ക് ഇച്ചിരി വയ്യായികയുണ്ട്. ബാ കുഞ്ഞേ ബാ. വരാൻ പറഞ്ഞപ്പോൾ കോഴിപ്പട വന്നേക്കും. എന്നാ ചേച്ചി വിളിച്ചാന്ന്. മഴ തൂളുന്നുണ്ടോ? ചെറുതായിട്ട് മഴ പൊടിഞ്ഞു. കാറ്റ് ഇന്നലെ ഇത് ഭയങ്കരമായി ഇടിവെട്ടി. ബാസ്ക് കിടന്ന് കരഞ്ഞ്. ബാസ്കിനടിച്ച വീടിനകത്തേക്ക് ഓടി. ആകെ പെരക്കകത്തേക്ക് കൊണ്ടോണോ? എനിക്ക് എല്ലാത്തിനും വലിയ ഇഷ്ടം. ബാ അതിൻ്റെ അമ്മയുടെ അടുത്ത് കയറ്റി എടുത്തുമായിരിക്കും നല്ലത്. അതിനൊരു കംഫർട്ട്. ഇന്നലെ ഇതുപോലെ വലിയൊരു ഇടി വെട്ടി. എന്നിട്ടോ
ഇപ്പം ആ മഴ പെയ്യുന്നോർത്ത് സന്തോഷിച്ച് അമ്മച്ചാണെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തോണ്ട് ഓടുക വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. മഴവെള്ളം അമ്മച്ചിയുടെ മേലെ നിറച്ച് ചൂടുകുരു വന്നേക്കൂ, ചെറുതായിട്ട് ചൂടിൻ്റെ കുരു, ചിക്കൻ ബോക്സ് അല്ല ചൂടുകുരു. വച്ച് വെള്ളം പിടിക്കാൻ ബക്കറ്റ് കൊണ്ട് ഓടി. എനിക്കിപ്പം തന്നെ മഴവെള്ളം കിട്ടും, ഇപ്പം തന്നെ വേത്തൊഴിക്കുമെന്ന് പറഞ്ഞാൽ വച്ച് ഓടിയിട്ട് മഴയും പെയ്തില്ല, ഒരു കിണ്ടി ഒരു ചാറ്റപ്പഴ പോലും വന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് മേഘമൊക്കെ ഉരുണ്ട് കൂടി, ഇടിയൊക്കെ ഒന്ന് മുഴങ്ങി, നമ്മളെ ഒന്ന് കൊതിപ്പിച്ചു. ഒരു കാറ്റ് വന്ന് അതെടുത്തോണ്ട് അങ്ങ് പോവുകയും ചെയ്തു. ആ പോയ പോക്കിന് മഴയ്ക്കൊരു ചെറിയൊരു സഹതാപം തോന്നിയിട്ടാണെന്ന് തോന്നണം. 2-3 തുള്ളി ഇപ്പോൾ വീഴുന്ന കണ്ട്. എന്താണേലും മഴ പെയ്യും, അടുത്ത ദിവസങ്ങളിലായിട്ട് പെയ്യും. മഴ പെയ്യട്ടെ, കാറ്റ് വീശാതിരുന്നാൽ മതി. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ ഓടിച്ചാടി അടക്കുന്നത്. അപ്പം പ്ലാവില കൊണ്ട് കൊടുത്താലോ കുറച്ച്? ഇതൊക്കെ താല്പര്യം, ഞെട്ടൊക്കെയാണ് തിന്നുള്ളൂ. ഓ, ഞങ്ങൾ ഞെട്ടൊക്കെ തിന്നണ പിള്ളേരെ. പ്ലാവില വേണോടി പെണ്ണേ? സുന്ദരി ഒന്നൊരുങ്ങി ചേട്ടൻ മരുന്നെടുക്കണ കണ്ടപ്പോൾ തന്നെ ആട് തീറ്റ തുടങ്ങി. മരുന്ന് കുടിക്കാം നടി. നല്ല സൂപ്പർ പ്ലാവില. എൻ്റെ പൊണ്ണോ, ഞങ്ങളൊക്കെ ഇങ്ങനെ തുന്തിരികളായി പോയാൽ നിങ്ങളൊക്കെ എന്നാ ചെയ്യും? പോവണോ? അതെന്നെ പരിപാടിയാന്നേ, മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. എണീറ്റ് കാണാണ്ടപ്പോൾ അടി സുന്ദരി ഒന്നൊരുങ്ങി വാടി, ഈ പ്ലാവില തിന്നിട്ട് പോടി, എൻ്റെ കള്ളിപ്പെണ്ണെ ഒന്നൊരുങ്ങി വാടി. ഇച്ചിര ചള്ളിപ്പെണ്ണേ, കുഞ്ഞി ചള്ളിപ്പെണ്ണേ, ചള്ളുവെണ്ണാണോ ഇട? നടി മേ. അതതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയതാ മരുന്ന് തരുന്നോർത്തെ. ചെവിയെ പിടിക്കാൻ അത് നിന്ന് വന്നിട്ടുണ്ടോ? ചെവിയെ പിടിക്കാൻ. നടിയേ, നടി കള്ളിപ്പെണ്ണ, നടി കള്ളിപ്പെണ്ണ. തിന്ന ഞാൻ പിടിക്കൂല ചേട്ടാ, ഞാൻ വേണേ മരുന്ന് കൊടുക്കാം. നമ്മുടെ ആട്ടുമാമയ്ക്ക് അവൾ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. ഇതിൽ ചില അമ്മമാർ എന്നെ കാണുമ്പോൾ ഒന്ന് കൊത്താനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇവരെ കൂടെ വന്നിരുന്ന് ഇണക്കിയെടുക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ആട്ടുമാമയ്ക്ക് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആട്ടുമാമയാണ് എന്നെ കാണുമ്പോഴത്തേക്ക് ചാടി ഓടുക. എൻ്റെ പൊന്നാട്ടുമാമേ, എന്നാ കൊടുത്താലും അത് നിന്നിട്ട് വേണ്ടേ അതിന് കൊടുക്കാൻ. ആട്ടുമാമേ ബാ അത് പോവുക. ചേച്ചിമാരെ, ഈ പുല്ലിനകത്താണോ കയറിയിരിക്കണേ? നല്ല രസമാണ് ഇവിടെ കയറിയിരിക്കാൻ. എന്നെ കാണാൻ വന്നാന്നോ? ഇങ്ങനെ അപമാനിക്കല്ലേടിയേ. എവളതേ അവമാനിച്ചിട്ട് ഇറങ്ങി പോകുന്നു. ചേച്ചിമാരെ, പുല്ലിൽ കയറി നിൽക്കാൻ നല്ല രസമാണോ? പോവണോ? എന്നാൽ ഞാനും പോവാ. ഓ, ഒന്നുമില്ലേ, ഞാൻ ആ പെണ്ണുങ്ങളുടെ അടുത്ത് വർത്താനം പറയാൻ വന്നതാണേ. അതിനിങ്ങനെ കാര്യം അന്വേഷിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ലേ? ഓ, ഒരു സംരക്ഷകൻ വന്നേക്കുന്നു, രക്ഷകൻ. ആട്ടുമാമേ, നാട്ടുമാമേ. ഓ, വാഴയില പറിച്ചപ്പോഴത്തേക്ക് ഒരുത്തി തല നീട്ടി നോക്കുന്നു. എല്ലാവരും പുല്ലും പുറത്താണോ? വലിയ പുല്ലൊന്നും എടുത്ത് തിന്നരുത് കേട്ടോ. ഹലോ, ചുണ്ടില്ലാക്കാനാണ് ഇവനെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ പൂവനായിട്ട്. എന്നിട്ട് അവൻ എന്നെ കാണുമ്പോഴവൻ മോഹൻലാൽ കളിക്കുന്നു. ഇടത് സൈഡ് ഇടം തോളൊന്നു മെല്ലെ ചെരിച്ച് കണ്ണും ഇറുക്കി അടച്ച് വില്ലനായി അവതരിച്ച് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. ചേട്ടാ, അവൻ ഇടന്തോളൊക്കെ ചെരിച്ച് ഇവൻ എന്നെ കൊത്താൻ നിൽക്കണ നോക്കിക്കേ. ഇപ്പം അവൻ ഓർണാണ്. അയ്യേ, അവൻ പേടിച്ചു പോയി. അയ്യേ, ഇത്രയുള്ള വില്ലൻ പേടിച്ചു പോയി. ഇതാ എൻ്റെ ഗ്ലൂക്കോസും വെള്ളം പോണം. ഇവിടെ വാടാ അവിടെ ദേ വന്നെ.
എൻ്റെ കൊച്ചു വെള്ളമാണ് ഈ നിൽക്കുന്നത്. ഇപ്പം അത് ഓടും. എടാ നിനക്ക് എന്നെ കൊത്തണോടോ? നീയാണോ കൊത്തു പോവാൻ? നീ ആണോടോ കൊത്തു പോവാൻ? എന്നടാ ഓടണേ? എന്താ ഓടണേ? എങ്കിട്ടേ ഇവിടെ വാടാ, വാടാ ഇവിടെ. ഇങ്ങിട്ടാ ഇങ്ങട് പോവാണടാ. നീ എങ്ങോട്ടാടാ പോണേ? എടാ അങ്ങനെ പോവല്ലടാ, അങ്ങനെ പേടിത്തോണ്ടരാണല്ലടാ. നീ ഒന്നല്ലൊരു നാടൻ കോഴിയല്ലടാ. അയ്യേ പെടകളുടെ പറയിൽ പോയി ഒളിച്ചു നിൽക്കുന്ന. അങ്ങനെ ഞാൻ എന്താ പുറത്ത് ചാടിയിട്ടുണ്ട്. ആ കോഴിക്കൂടിനകത്തുനിന്ന്. ഹലോ, സുഖമൊക്കെയാണോ? ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ധരിച്ചു നിൽക്കുന്ന ബാസ്ക്യുവിനെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതായത് പോയ മഴ എവിടെയോ പെയ്തിട്ടുണ്ട്. അത് എടുത്തു വെക്കണമെങ്കിൽ കൊത്തിക്കയറി തന്നെ പോവാണോ? നമ്മൾ കിണറൊന്ന് തേകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. മഴ പെയ്താൽ അത് നടക്കൂലല്ലോ. മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തീ കൊടുക്കാമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് വേണം പേരമത്തം കത്തിപ്പോവാൻ. അടിച്ചു വാരിതേ കരിയിലായിട്ടിരിക്കുന്ന. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ കാറ്റിന് വീണിട്ടുണ്ട്. എൻ്റെ മിറ്റോടിയാണ് സുഹൃത്തുക്കൾ. ഞാനിവിടെ ഇരിക്കുമ്പോഴെങ്കിലും മിറ്റം അടിക്കണ്ടേ? ഇപ്പം ഞാനിപ്പം അടിച്ചോണ്ട് വന്നാലും ഇല വീഴും. വീണ്ടും ഇലയായിട്ടുണ്ട്, നല്ല ഇരട്ടി ഇലയായിട്ടുണ്ട്. അന്ന് പറ ഇവിടെ കണ്ണറിയാൻ മേലാത്ത കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതാ മരുന്ന് കൊടുത്ത് എല്ലാത്തിനും ഇപ്പം കണ്ണറിയാം കേട്ടോ. ആ 4 പേർക്ക് കണ്ണറിയാൻ മേലാത്തയുള്ളേ. ഇതാ കൂടിൻ്റെ സൈഡിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ഗുണ്ടവാസം. അവന് കണ്ണൊക്കെ അറിയാം കേട്ടോ, അവന് നോ പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് കാര്യമില്ല കൂടെ വീണിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ ഒന്നും നോക്കണില്ല. ആ കരിയില അങ്ങോട്ട് അടിച്ചു വരാം. അല്ല കരിയിലയൊന്നും അല്ല, ഇപ്പോഴത്തെ കാറ്റിന് വീണതാണ്. എൻ്റെ തമ്പുരാൻ, എനിക്ക് ഇത് തന്നെയാണുള്ള പരിപാടി. ഇതോ അങ്ങ് അറ്റം വരെ വീണിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റായിരുന്നേ. ചേട്ടൻ്റെ അപ്പുറത്തെ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ എന്ത് കാര്യം ചെയ്താലും ആ ചേട്ടനും ഈ ചേട്ടനും കൂടെ ഒരുമിച്ചാണ് നടക്കുന്നത്. അയൽപ്പക്കക്കാർ. നമ്മുടെ പ്രാണി കുഞ്ഞിനെടുത്ത് വീണ്ടും മോളിപ്പോയി. പ്രാണി ഇരിക്കണ പ്രാണി ആ പ്രാണി 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 പൂച്ച മാഡം ഒന്നിങ്ങ് നോക്ക് മാഡം. ഞാൻ മിറ്റടിക്കാൻ പോവാം മാഡം. വീണ്ടും ഇലയായിട്ടുണ്ട്. ഇതിന് കൂടണതിന് മുമ്പ് ഞാനിതൊന്ന് അടിക്കട്ടെ. നല്ല മഴയും പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ അതും ആൻസ് എവിടെയെങ്കിലും ഇല്ല കേട്ടോ. ആൻസ് കളിക്കാനായിട്ട് പോയി. ആ വാഴത്തോട്ടത്തിൽ എവിടെയോ ഉണ്ട്, കൂട്ടുകാരുടെ കൂടെ ആൻസ് പോയി. ഞാനും ഈ മേഡം തന്നെയുള്ളൂ. അമ്മച്ചി ഉണ്ട് കേട്ടോ. അമ്മച്ചി കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മച്ചി ഇന്ന് ബക്കറ്റൊന്നും എടുത്തുകൊണ്ട് വന്നു മഴവെള്ളം പിടിക്കാൻ. ഇന്നലെ ഒരു പറ്റിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇപ്പം നമ്മൾ വീണ്ടും നല്ല പുതിയ വിശേഷങ്ങൾ, നല്ലതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിലെ സാധാരണ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അത് നോർമലായിട്ട് സംസാരിച്ച് എല്ലാവരോടും മിണ്ടും പോലെയൊക്കെ മിണ്ടിയും പറഞ്ഞും ഒക്കെ ആയിട്ട് ഇതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടമുണ്ട്. വലിയ യാത്രകൾ, വലിയ ട്രിപ്പുകളൊക്കെ നടത്തി അതിന് കുറേ കാശും പണമൊക്കെ ചിലവാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. യാത്രകളൊക്കെ ആസ്വദിക്കാം. അതിനുള്ള അവസരമൊക്കെ വന്നു തരുമ്പോൾ നമുക്ക് ആസ്വദിക്കാം. ഞാൻ മിറ്റടിക്കാൻ പോകുന്ന പറയുമ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം മിറ്റടിക്കും. മഴ എങ്കിൽ 4 പ്രാവശ്യം മഴ പെയ്യട്ടെ. അമ്മാതിരി ചൂടാ. ഇപ്പം നല്ല കനത്ത് പെയ്യുന്ന മഴയത്ത് കുടയൊക്കെ ചൂടി ഇങ്ങനെ നടക്കണം. ഇടിയും കാറ്റൊന്നും വേണ്ട. എന്ത് രസമായിരിക്കൂലേ. ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നം ഇപ്പം അതാണ്. നടക്കുമായിരിക്കും. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യുവാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയൊക്കെ തന്നെന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിലൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. പ്രായം കൂടിക്കൊണ്ടിരിക്കുമല്ലേ, മറവിയും കൂടിക്കൊണ്ടിരിക്കും. കൈ പറഞ്ഞില്ല കേട്ടോ. അതേ അമ്മച്ചോട് ഇരിപ്പുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം പിടിക്കാതിരിക്കണമെന്ന് പറഞ്ഞ്. അമ്മച്ച എന്നെ ചാരി ഇരിക്കണം. എങ്ങനെ
ഇല്ല, ഇരിക്കാൻ പാടില്ല. എന്നാ അമ്മച്ചിയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളോട് പറ കേട്ടിട്ട്. ചെറുപ്പത്തിൽ കാര്യങ്ങളൊന്നുമില്ല. അമ്മച്ചിക്ക് ഒന്നും അമ്മച്ചി പണിയൊന്നും ചെയ്യില്ലായിരുന്നാ? പണി എന്നാ പണിയാ? വീട്ടിലെ പണിയും എടുക്കുള്ളൂ. അമ്മച്ചി എന്നെ ഒന്നും ഉണ്ടാക്കൂലായിരുന്ന? ഞാനിപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി വരും. അതിനാ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി വെക്കും. കഞ്ഞിയും കറിയൊക്കെ വയ്ക്കൂലേ? കഞ്ഞി കറിയൊക്കെ വെക്കും. അത്ര അത് അമ്മച്ചി ചേർത്തി വെക്കണമെന്നല്ല അമ്മച്ചി പറഞ്ഞേ. ചേർത്തി പോണവരല്ലേ ഉള്ളൂ. ചേടത്ത് വെക്കഴിഞ്ഞാൽ അമ്മച്ചി അധികം നാൾ നിന്നില്ല വീട്ടില്. ചേർത്തി ഉണ്ടെങ്കിലും പണിയൊക്കെ എടുക്കാൻ പോകുന്നു. അപ്പം അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.